Listen only mode. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli wa sallim. Alhamdulillah. Adada khalqihi wa rida nafsihi wa zinata arshihi wa midada kalimati. Allahumma salli wa sallim wa barik ala nabiyyina Muhammad wa ala ali Muhammad kama sallaita wa barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. മാഷാഅല്ലാ, അറബി പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ഏറെ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠനം പോലെ തന്നെ അറബി പഠനവും എളുപ്പത്തിൽ നിർവഹിക്കാവുന്നതാണ് എന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. യൂണിറ്റ് 20 കഴിഞ്ഞു. യൂണിറ്റ് 21 നമ്മൾ എടുക്കാൻ പോകുന്നത്. അൽ അദദു വൽ മഅദൂദ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ അദദു വൽ മഅദൂദ്. അൽ അദദ് എന്ന് പറഞ്ഞാൽ എണ്ണം, വൽ മഅദൂദ് എണ്ണപ്പെടുന്നത്. എണ്ണപ്പെടുന്നത് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് 21ാമത്തെ പാഠത്തിൽ ഒരു പാസേജാണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന പാസേജ് പാഠഭാഗം വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ പഠിച്ച മിക്കവാറും അല്ലെങ്കിൽ പല ഭാഷാ നിയമങ്ങളും ഇതിൽ കാണും. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പാഠം വായിച്ചു പോകാൻ. അദ്ദറസുൽ ഹാദി വൽ അശ്റൂൻ. അദ്ദറസുൽ ഹാദി വൽ അശ്റൂൻ, 21st ലെസൺ. യൂണിറ്റ് 21ാം യൂണിറ്റ് എന്നാണ് ആ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ 22, 23 കൂടി ക്ലാസ് അവസാനിക്കും. 23 പാഠങ്ങളാണുള്ളത്. ആ 23 പാഠങ്ങളാണ് നമ്മൾ 6 മാസം കൊണ്ട് എടുക്കാം എന്ന് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. അപ്പം അതനുസരിച്ചാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരീക്ഷ നമ്മൾ നടത്തി. അതൊരു നാമമാത്ര പരീക്ഷയായിരുന്നു. ഇനി നമ്മൾ നടത്താൻ പോകുന്നത് കുറച്ചുകൂടി കാര്യമായ പരീക്ഷയാണ്. ആ പരീക്ഷ ഡിപ്ലോമ ഇൻ അറബിക് ലാംഗ്വേജ് സെമസ്റ്റർ 1 ആണ്. അറബിക് ലാംഗ്വേജിൻ്റെ ഡിപ്ലോമ കോഴ്സിലെ 1ാം സെമസ്റ്ററാണ് നമ്മൾ നടത്താൻ പോകുന്നത്. കഴിഞ്ഞ പരീക്ഷ നമ്മൾ ടെർമിനൽ എക്സാം എന്നാണ് പറയുന്നത്. അതൊരു നാമമാത്രമായ പരീക്ഷയായിരുന്നു. വേണ്ട രീതി നമ്മൾ പരീക്ഷ നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പം നമ്മൾ അതിൻ്റെ കോഴ്സിനെ കുറേ കൂടെ അഡ്വാൻസ് ലെവലിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പുതിയ ക്വസ്റ്റ്യൻ കണ്ടു കാണും. ശരി, അപ്പോൾ 23ാമത്തെ പാഠം കഴിഞ്ഞ ഉടൻ ഒരു ക്ലാസ് റിവിഷൻ എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഉടൻ പരീക്ഷയായിരിക്കും. അപ്പോൾ ആ പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ ഒരുപാട് കട്ടിയൊന്നുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷേ കാര്യങ്ങൾ വളരെ സംഗ്രഹിച്ച് കൃത്യമായി അടുക്കും ചുറ്റുമാണ് കൂടി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഭാഷ പഠിക്കാൻ എളുപ്പമാണ്. സാധാരണ നമ്മൾ ടെക്സ്റ്റ് പഠിച്ച് പോകുമ്പോൾ ഒരു കഥ പഠിക്കുന്നു. പക്ഷെ അതിൽ കഥ പഠിക്കുമ്പോൾ കഥയിൽ നിന്നും ചോദ്യങ്ങളൊക്കെ വന്നാൽ എഴുതുമെന്നല്ലാതെ അതിൽ ഭാഷാ പഠനം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഭാഷാ പഠനം ഫോക്കസ് ചെയ്തിട്ട് അത് ആവർത്തിച്ച് വരുന്ന വാക്യങ്ങളായിരിക്കും വരിക. ശരി, നമുക്ക് വായിച്ചു നോക്കാം.
എന്തെങ്കിലും പഴയ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഇടയ്ക്ക് ചോദിക്കാവുന്നതാണ്. ചോദിച്ചാൽ ആ സന്ദർഭം സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഞാൻ മറുപടി അപ്പോൾ തരൂ. ചോദ്യങ്ങൾക്ക് വേണ്ടി നിർത്തിവെച്ചാൽ സമയം ഒരുപാട് പോകും. അപ്പോൾ അതോടൊപ്പം നമ്മൾ നെറ്റിൻ്റെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കാര്യമായ വ്യത്യാസം വരുന്നില്ലെങ്കിലും ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നെറ്റ് ക്വാളിറ്റി കഴിഞ്ഞ ക്ലാസ്സുകളെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട്? കഴിഞ്ഞ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം സിറ്റിയിലുണ്ടായിരുന്നപ്പോഴുള്ള ക്ലാസ് അല്ല, ഇപ്പോൾ വർക്കലയിൽ വന്നതിന് ശേഷമുള്ള കഴിഞ്ഞ 3-4 ക്ലാസ്സുകൾക്ക് അകം, 4 2 6 ക്ലാസ്സുകളുടെ ക്വാളിറ്റി ചിലപ്പോൾ നെറ്റ് ക്വാളിറ്റി കുറവായിരുന്നിരിക്കും. ഇന്നത്തെ ക്ലാസ് ആ ക്വാളിറ്റി വെച്ചുകൊണ്ട് വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തണം. ഫദ്ദർസുൽ ഹാദി വൈഷറൂൻ ഉൻവാനുദ്ദർസ് പാഠത്തിന്റെ ടൈറ്റിൽ മദ്രസത്തി മൈ സ്കൂൾ, എൻ്റെ സ്കൂൾ. ഹാദിഹി മദ്രസത്തി, എന്തുകൊണ്ട് ഹാദ മദ്രസത്തി എന്ന് പറഞ്ഞില്ല? ഹാദിഹി മദ്രസത്തി എന്നാ പറഞ്ഞത്. നമ്മൾ അർത്ഥം പറയേണ്ട കാര്യമില്ല. ഹാദ മദ്രസത്തി എന്ന് പറയാത്തത് മദ്രസത്തിൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മദ്രസത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ മദ്രസത്തിന് സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി മദ്രസത്തി. ഹിയ ഖരീബത്തുൻ മിനൽ മസ്ജിദ്. അപ്പൊ നിങ്ങളിൽ കളർ ഹൈലൈറ്റർ ഉണ്ടല്ലോ, ഹൈലൈറ്റർ. അപ്പൊ അവിടെ ഖരീബത്തുൻ മിന അടയാളപ്പെടുത്തണം, ഹൈലൈറ്റ് ചെയ്യുക. പല കളർ ഹൈലൈറ്റർ ഉണ്ടാവും നിങ്ങൾ. ഖരീബത്തുൻ മിൻ. അപ്പോൾ ഖരീബത്തുൻ വരുമ്പോൾ ഖരീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തത്. ഖരീബുൻ എന്ന് മതി കേട്ടോ. പക്ഷേ ഖരീബത്തുൻ എന്ന് കൊടുത്ത് എന്തുകൊണ്ടാണ്? മദ്രസത്തിന്റെ വിശേഷണമാണ് ഖരീബത്തുൻ. ഹിയ ഖരീബത്തുൻ. ഹിയ എന്ന് പറയാൻ തന്നെ കാരണം മദ്രസത്തിന് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. പിന്നെ ഹിയ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴും നേരത്തെ മദ്രസത്ത് ആയതുകൊണ്ടും ഖരീബത്തുൻ എന്ന് പറയണം. ഖരീബത്ത് മിനൽ മസ്ജിദ്. അപ്പൊ ഖരീബത്തിന്റെ കൂടെ എന്ത് വേണം? മിൻ വേണം. മിനൽ മസ്ജിദ്, ഖരീബത്തിൻ മിനൽ മസ്ജിദ്. എൻ്റെ സ്കൂൾ വഹിയ, അത് ഖരീബത്തിൻ മിനൽ മസ്ജിദ്, എൻ്റെ പള്ളിയുടെ സമീപത്താണ്. ഖരീബത്തിൻ മിനൽ മസ്ജിദ്. മിനൽ മസ്ജിദി, മിൻ വന്നുകൊണ്ട് മസ്ജിദി. ഹിയ മദ്രസത്തുൻ കബീറത്തുൻ. ഹിയ മദ്രസത്തുൻ കബീറത്തുൻ. അപ്പോൾ ഹിയ എന്ന് വീണ്ടും ഉപയോഗിച്ചു. മദ്രസത്തുൻ സ്ത്രീലിംഗമായതുകൊണ്ട് കബീറത്തുൻ എന്ന് പറയും. ഹിയ മദ്രസത്തുൻ കബീറത്തുൻ, അത് ഒരു വലിയ സ്കൂളാണ്. ലഹ സലാസത്തു അബ്വാബിൻ. ലഹ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ എന്താണ്? ലഹ, ആ സ്കൂളിനുണ്ട് സലാസത്തു അബ്വാബിൻ. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച എന്ത് വന്നു? അദദും മഅദൂദും വന്നു. അദദ് എണ്ണം, മഅദൂദ് എണ്ണപ്പെടുന്നത്. ലഹ സലാസത്തു അബ്വാബിൻ. അപ്പോ ഒന്ന് സലാസത്ത് വരണം. സലാസത്ത് വരണം. എണ്ണപ്പെടുന്നത് എന്താണ്? അബ്വാബാണ് എണ്ണപ്പെടുന്നത്. അപ്പോൾ അബ്വാബ് പുല്ലിംഗമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സലാസത്തുൻ എന്നുപയോഗിച്ചു. അബ്വാബ് പുല്ലിംഗമായാൽ എന്ത് ചെയ്യണം? താ ഉള്ള അദദാണ് ഉപയോഗിക്കേണ്ടത്, താ ഉള്ള എണ്ണമാണ് ഉപയോഗിക്കേണ്ടത്. ലഹ സലാസത്തു അബ്വാബിൻ. അതൊന്ന്. രണ്ടാമത് എണ്ണപ്പെടുന്നതിന് എന്ത് ചെയ്യണം? ഇളാഫത്ത് ചെയ്തതായിട്ടാണ് പറയേണ്ടത്. ഇളാഫത്ത് ചെയ്താൽ എന്താവും? അടുത്തതിന്
അവസാനത്തെ നാമത്തിന് എന്ത് വരും? രണ്ടാമത്തെ നാമത്തിന് കസ്ർ വരും. മാത്രമല്ല അത് എന്തായിരിക്കും? ബഹുവചനവുമായിരിക്കും. എണ്ണപ്പെടുന്നത് ബഹുവചനമായിരിക്കും. 1 മുതൽ 3 മുതൽ 10 വരെ എണ്ണപ്പെടുന്നത് ബഹുവചനമായിരിക്കും. 3 മുതൽ 10 വരെ. മിൻ സലാസത്തിൻ ഇല അശറ, മിൻ സലാസത്തിൻ ഇല അശറത്തിൻ, 3 മുതൽ 10 വരെ എന്തായിരിക്കും? ജം ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അതത് അൽ മഅദൂദു യകുനു ജംഉൻ, ജം ആയിരിക്കും. അപ്പോൾ അതിന് 3 കവാടങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ബാബ് എന്ന് പറയുന്നത് ഗേറ്റ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്കൂളിന് 3 ഗേറ്റുകളുണ്ട്. അപ്പോൾ ബാബ് അബുവാബ് എന്നത് മതി ഗേറ്റിന്. സാധാരണ വാതിലിനും ബാബ് എന്ന് മതി. പക്ഷേ അത് തിരിച്ചറിയാൻ വേണ്ടി മെയിൻ ഗേറ്റിന് ബവ്വാബത്തുൻ എന്നാണ് കുറച്ചുകൂടെ ആധുനികമായ ഉപയോഗം. ബവ്വാബത്തുൻ, ഗേറ്റ്. അപ്പോൾ വാതിൽ എന്നതിൻ്റെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥം വന്നു. അവിടെ ബവ്വാബത്തുൻ എന്ന് പറയും. ഇവിടെ ബാബുൻ അബുവാബിൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അബുവാബുഹ മഫ്തൂഹത്തുൻ അൽ അൻ, അബുവാബുഹ. ഇനി അബുവാബിനെ അതിൻ്റെ വിശേഷണം പറയുകയാണ് കേട്ടോ. അബുവാബിനെ അതിൻ്റെ വിശേഷണം പറയുകയാണ്. ഇവിടെ നേരത്തെ എണ്ണവും എണ്ണപ്പെടുന്നതും ഉപയോഗിച്ചപ്പോൾ എന്തായിരുന്നു? ഇത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. എണ്ണവും എണ്ണപ്പെടുന്നതും ഉപയോഗിച്ചപ്പോൾ സലാസത്തുൻ എന്ന എണ്ണവും എണ്ണപ്പെടുന്നത് എന്താണ്? ബാബാണ് എണ്ണുന്നത്. ആ ബാബ് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? ഏകവചനം. ബാബ് പുല്ലിംഗമാണ്. ബാബ് പുല്ലിംഗമായതുകൊണ്ട് എന്തുപയോഗിച്ചു? സലാസത്തുൻ എന്ന തായുള്ള എണ്ണം ഉപയോഗിച്ചു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ബാബിന്റെ ബഹുവചനം ഉപയോഗിക്കണം. ഇത് അതതും മാദൂദുമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനാണ്. എണ്ണുന്നതും എണ്ണപ്പെടുന്നതുമായി തമ്മിലുള്ള, എണ്ണവും എണ്ണപ്പെടുന്നതും തമ്മിലുള്ള എന്താണ്? ഒരു കോമ്പിനേഷൻ വേണം. ആ കോമ്പിനേഷൻ എന്താണ്? എണ്ണപ്പെടുന്നത് എന്താണ്? അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നോക്കണം. അത് പുല്ലിംഗമാണെങ്കിൽ എന്ത് ചെയ്യണം? എണ്ണം താഴുള്ളത് ഉപയോഗിക്കണം. അതേപോലെ എണ്ണപ്പെടുന്നത് ബഹുവചനം ഉപയോഗിക്കണം. അബുവാബുഹ മഫ്തൂഹത്തുൻ അൽ ആൻ. ഇവിടെ വേറൊരു നിയമമാണ്. അബുവാബ് എന്ന് പറഞ്ഞപ്പോൾ എന്തായി? അതിൻ്റെ വാതായനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കവാടങ്ങൾ, ഗേറ്റുകൾ. അപ്പോൾ ബഹുവചനമായി. ആ ബഹുവചനം വന്നതുകൊണ്ട് ബഹുവചനത്തിന്റെ വിശേഷണം എന്തായിട്ട് ഉപയോഗിക്കണം? സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കണം. മഫ്തൂഹത്തുൻ, അബുവാബുഹ മഫ്തൂഹത്തുൻ. അപ്പൊ എന്തായി? മഫ്തൂഹത്തുനായി. അൽ ആന, ഇപ്പോൾ. നൗ ഇറ്റ്സ് ഗേറ്റ്സ് ആർ ഓപ്പൺ. ഇപ്പോൾ അതിൻ്റെ ഗേറ്റുകൾ തുറക്കപ്പെട്ടതാണ്. നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഗ്രമറ്റിക്കലി ഉള്ള അർത്ഥമാണ് എഴുതേണ്ടത്. നമ്മൾ സാന്ദർഭികമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സാന്ദർഭികമായിരിക്കും. ഉദാഹരണം, അബുവാബുഹ മഫ്തൂഹത്തുൻ അൽ ആൻ. അതിൻ്റെ ഗ്രമറ്റിക്കലി ട്രാൻസ്ലേഷൻ എന്താണ്? വ്യാകരണപരമായ പരാവർത്തനം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ, അതിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടതാണ് എന്നാണ്. ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം. അതേസമയം അതിൻ്റെ വാതിലുകൾ, ഇപ്പോൾ അതിൻ്റെ വാതിലുകൾ തുറന്നതാണ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അർത്ഥലോപമൊന്നുമില്ല, കുറെ കൂടെ ഭംഗിയുള്ള ഭാഷയാണ് എന്ന് വരാം. പക്ഷേ ഭംഗിയുള്ള ഭാഷയല്ല നമ്മൾ പരീക്ഷയ്ക്ക് നോക്കുന്നത്. കൃത്യമായി ഗ്രാമർപരമായി വ്യാകരണപരമായി അർത്ഥം എഴുതിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് ഈ കർമ്മരൂപത്തിലുള്ളത് മഫ്തൂഹത്തിൻ പോലുള്ള വാക്കുകൾ പെട്ടതാണ് എന്നത് തന്നെ അർത്ഥം എഴുതണം. ഓക്കെ. ഫിൽ മദ്രസത്തി ഫുസൂലുൻ കസീറത്തുൻ. ഫിൽ മദ്രസത്തി ഫുസൂലുൻ കസീറത്തുൻ. ഈ സ്കൂളിൽ അല്ലെങ്കിൽ ഫിൽ മദ്രസത്തി സ്കൂളിൽ ഫുസൂലുൻ. അപ്പോൾ ഫസലിന്റെ ബഹുവചനമാണ് ഫുസൂലുൻ.
ഫസ്ലുൻ ജംഉഹു ഫുസൂലുൻ. ഫസ്ലുൻ ഫുസൂലുൻ. ഫസ്ൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ബഹുവചനമാണ് ഫുസൂൽ. ഫുസൂലുൻ കസീറത്തുൻ. ഫുസൂൽ എന്താണ്? ബഹുവചനമാണ്. അതിനെന്ത് ചെയ്യണം? അതിന്റെ വിശേഷണം സ്ത്രീലിംഗ പദം ഉപയോഗിക്കണം. അങ്ങനെ സ്ത്രീലിംഗ പദം ഉപയോഗിക്കുമ്പോൾ അത് ഏകവചനം ഉപയോഗിച്ചാൽ മതി എന്നാണ്. കുല്ലു ജംഇൻ മുഅന്നസുൻ എന്നാണ് തത്വം. കുല്ലു ജംഇൻ മുഅന്നസുൻ, എല്ലാ ബഹുവചനങ്ങളും സ്ത്രീലിംഗമാണ്. അതാണ് ഭാഷയിലെ നിയമം. അപ്പൊ ഫുസൂലുൻ കസീറത്തുൻ ഫിൽ മദ്രസത്തി, സ്കൂളിലുണ്ട്. ഫുസൂലുൻ കസീറത്തുൻ, ധാരാളം ക്ലാസുകൾ. അപ്പോൾ കസീറത്തുൻ എന്നത് സ്ത്രീലിംഗ പദം, സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു എന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഹാദാ ഫസ്ലുന, ദിസ് ഈസ് അവർ ക്ലാസ്. ഇതാണ് നമ്മുടെ ക്ലാസ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ക്ലാസ്സാണ്. വഹുവ ഫസ്ലുൻ വാസിഉൻ. വഹുവ ഇത് അല്ലെങ്കിൽ അത്, ഫസ്ലുൻ വാസിഉൻ. അപ്പോൾ ഹാദാ ഫസ്ലുന എന്ന് പറഞ്ഞപ്പോൾ ഫസ്ലുൻ എന്താണ്? പുല്ലിംഗമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹുവ എന്ന് പറഞ്ഞു. മദ്രസത്ത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? അത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ഹിയ കരീബത്തുൻ എന്ന് പറഞ്ഞു. ഓക്കെ. വഹുവ ഫസ്ലുൻ വാസിഉൻ. വാസിഉൻ എന്ന് പറഞ്ഞാൽ വൈഡ്, വിശാലമായത്, വിശാലമായതാണ്. വഹുവ ഫസ്ലുൻ വാസിഉൻ, അതൊരു വിശാലമായ ക്ലാസ്സാണ്. ഫീഹി നാഫിദത്താനി കബീറത്താനി. ഫീഹി നാഫിദത്താനി കബീറത്താനി. നാഫിദത്തുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാഫിദത്തുൻ എന്താ? വിൻഡോ, ജനൽ. അതിൻ്റെ ദ്വിവചനമാണ് നാഫിദത്താനി. നമ്മൾ ദ്വിവചനം പഠിച്ച ഒരു ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ആനി ഇട്ടാൽ എന്തായി? ദ്വിവചനമായി. കലമുൻ കലമാനി, കലമുൻ കലമാനി. അതേപോലെ നാഫിദത്തുൻ നാഫിദത്താനി. ഫീഹി നാഫിദത്താനി, അതിൽ രണ്ട് വിൻഡോസ് ഉണ്ട്, രണ്ട് ജനലുകളുണ്ട്. അതിൻ്റെ വിശേഷണം പറയുമ്പോൾ എന്ത് പറയണം? കബീറത്താനി എന്ന് പറയണം. അപ്പോൾ വിശേഷണവും വിശേഷിപ്പിക്കപ്പെടുന്നതും തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വിശേഷണവും വിശേഷിപ്പിക്കപ്പെടുന്നതും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ട്. അപ്പം അതനുസരിച്ച് എന്താണ്? നാഫിദത്തുൻ എന്നത് സ്ത്രീലിംഗമാണെങ്കിൽ കബീറത്തുൻ എന്ന സ്ത്രീലിംഗം ഉപയോഗിക്കണം. അതേപോലെ നാഫിദത്താനി എന്ന ദ്വിവചനമാണെങ്കിൽ കബീറത്താനി എന്ന ദ്വിവചനം ഉപയോഗിക്കണം. നാഫിദത്തുൻ എന്നത് അടിസ്ഥാനപരമായ വാക്കാണ്. അതിനെ നാഫിദുൻ എന്ന് മാറ്റാൻ പറ്റില്ല. അതേസമയം കബീറുൻ എന്നും കബീറത്തുൻ എന്നും പറയുന്നത് എന്താണ്? സന്ദർഭത്തിനനുസരിച്ച് പുല്ലിംഗമായോ ആയോ സ്ത്രീലിംഗമായോ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ അടിസ്ഥാനപരമായ പദം അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കി അതിന്റെ വിശേഷണത്തെ മാറ്റും. ഫീഹി നാഫിദത്താനി കബീറത്താനി. അപ്പൊ എന്ത് ചെയ്തു? അത് സ്ത്രീലിംഗമായതുകൊണ്ട് ഇതും സ്ത്രീലിംഗമാക്കി, അത് ദ്വിവചനമായതുകൊണ്ട് ഇതും ദ്വിവചനം ആക്കി. വഫീഹി മകാതിബു വകറാസിയു. മകാതിബു വകറാസിയു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ തൻവീൻ ഇല്ലാത്ത പദങ്ങൾ. അങ്ങനെ തൻവീൻ ഇല്ലാത്ത പദങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇത്. ഏത്? മക്കാത്തിബ്. മക്തബുൻ അതിന്റെ ബഹുജനമാണ് മക്കാത്തിബു. മക്തബുൻ മക്കാത്തിബു. മക്തബുൻ ഡെസ്ക്, മക്കാത്തിബ് ഡെസ്കുകൾ. കുർസിയുൻ കസേര, കറാസിയു കസേരകൾ. ഫീഹി മക്കാത്തിബു വ കറാസിയു, അതിൽ ഡെസ്കും കസേരകളും ഉണ്ട്, അല്ലെങ്കിൽ ടേബിളും കസേരയും ഉണ്ട്. വഫീഹി സബ്ബൂറത്തുൻ കബീറത്തുൻ. സബ്ബൂറത്ത് എന്നത് ബ്ലാക്ക് ബോർഡ്. ഇപ്പോഴും വൈറ്റ് ബോർഡ് വന്നപ്പോഴത്തേക്ക് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. സബ്ബൂറത്തിന് എന്ന് തന്നെയാണ് പറയുക, ബ്ലാക്ക് ബോർഡ്. ഫീഹി സബ്ബൂറത്തുൻ കബീറത്തുൻ, അതിൽ ഒരു വലിയ
ബ്ലാക്ക് ബോർഡ് ഉണ്ട്. അപ്പോൾ എന്താണ്, സബ്ബൂറത്തുൻ എന്ന് പറയുന്ന അടിസ്ഥാന നാമമാണ്. അതിന് സബ്ബൂറൻ എന്നാക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ വിശേഷണം കബീറൻ എന്നോ കബീറത്തുൻ എന്നോ ആകാം. ഇവിടെ സ്ത്രീലിംഗമായതുകൊണ്ട് അത് കബീറത്തുൻ എന്നായി കേട്ടോ. ഞാൻ സബ്ബൂറത്തുൻ എന്ന് പറഞ്ഞപ്പോൾ അത് അടിസ്ഥാന പദമാണ്. അതിൻ്റെ വിശേഷണമായ കബീറുൻ എന്നത് കബീറത്തുൻ എന്നത് കബീറുൻ എന്നോ ആകാം. അത് പുല്ലിംഗത്തിനനുസരിച്ച് പുല്ലിംഗവും സ്ത്രീലിംഗത്തിനനുസരിച്ച് സ്ത്രീലിംഗവുമാക്കി മാറ്റാവുന്ന ഒരു നാമമാണ് കബീറത്തുൻ എന്നത്. പക്ഷെ സബ്ബൂറത്തിന്റെ കൂടെ വരുമ്പോൾ എന്ത് ചെയ്യണം, അത് കബീറത്തുൻ തന്നെയാകണം. ഹദാ മക്തബുൽ മുദർരിസി, ഹദാ മക്തബുൽ മുദർരിസി. അപ്പൊ മക്തബിനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. പരാമർശിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മക്തബിനെ കുറിച്ചാണ്. അത് പുല്ലിംഗമായതുകൊണ്ട് ഹാദ ഉപയോഗിച്ചു. മക്തബുൽ മുദർരിസി എന്ന് വായിക്കണം. കാരണം എന്താണ്? മുദർരിസിനോട് ഇലാഫത്ത് ചെയ്തിരിക്കുകയാണ്. അത് അല്ലാതെ അതിനൊരു സ്വതന്ത്രമായ എൻറ്റിറ്റി ഇല്ല കേട്ടോ. അതാ മക്തബുൽ മുദർരിസി. അതിന് വരാൻ പോന്നേ ഉള്ളൂ. ഹാദാ മക്തബുൽ മുദർരിസി. ഹാദാ മക്തബുൽ മുദർരിസി. ഇത് അധ്യാപകന്റെ ടേബിളാണ്. അപ്പൊ മക്തബിനെ മുദർരിസിലേക്ക് എന്ത് ചെയ്തു? ഇലാഫത്ത് ചെയ്തു. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ വായിച്ചു വരികയാണ്. ഇപ്പൊ എന്താണ്, ഈ രണ്ട് നാമം വന്നാൽ ഒന്നുകിൽ എന്താവും, ഒരു നാമം അടുത്ത നാമത്തിന്റെ വിശേഷണമാകും, അല്ലെങ്കിൽ ഒരു നാമം അടുത്ത നാമത്തിലേക്ക് ഇലാഫത്ത് ചെയ്തതാകും. ഇതാണല്ലോ നമ്മൾ രണ്ട് നാമങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിച്ചത്. അപ്പോ ഒരു നാമം അടുത്ത നാമത്തിന്റെ വിശേഷണമാകണമെങ്കിൽ എന്ത് വേണം? അതിന്റെ മാച്ചിങ് ആകണം. മക്തബിന് അൽ ഇല്ല, മുദർരിസിന് അല്ലുണ്ട്. അപ്പൊ എന്തല്ല, അത് വിശേഷണമല്ല. പിന്നെന്താ ബാക്കിയുള്ളത്? അതിലേക്ക് ഇലാഫത്ത് ചെയ്യണം. ഇലാഫത്ത് ചെയ്താൽ എന്ത് ചെയ്യണം? കസ്ർ കൊടുക്കണം. അപ്പൊ ഇലാഫത്ത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തേന് അല്ലുണ്ടാകാൻ പാടില്ല. അപ്പൊ ഇവിടെ ഒന്നാമത്തേന് അല്ലില്ല. അപ്പൊ എന്ത് മനസ്സിലായി നമുക്ക്? രണ്ടാമത്തേലേക്ക് ഇലാഫത്ത് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ അത് ഇലാഫത്ത് ചെയ്ത് വായിക്കണം. ഹദാ മക്തബുൽ മുദർരിസി. പിന്നെ നമ്മൾ കുറേശ്ശെ മനസ്സിലായി വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വായിച്ചു പോയിക്കോളും. ഒരുപാടൊന്നും ചിന്തിക്കാനില്ല. ഹദാ മക്തബുൽ മുദർരിസി. ഇത് അധ്യാപകന്റെ ടേബിളാണ്. വദാക കുർസിയുഹു. വദാക കുർസിയുഹു. ദാക ഈസ് ഈക്വൽ ടു ദാലിക. ദാക ഈസ് ഈക്വൽ ടു ദാലിക. ദാക എന്ന് പറഞ്ഞാൽ ദാലിക്കയ്ക്ക് തുല്യമായ പദമാണ്. ചിലപ്പോൾ ദാക എന്ന് പറയും, ചിലപ്പോൾ ദാലിക എന്ന് പറയും. വദാക കുർസിയുഹു. അത് അദ്ദേഹത്തിന്റെ കസേരയാണ്. കുർസിയുഹു. വതിൽക മകാതിബു തുല്ലാബി. വതിൽക അത് മകാതിബു. ഇവിടെ എന്ത് വന്നു? ഹാദാ മക്തബുൽ മുദർരിസി. ഹാദാ വന്നപ്പോൾ എന്താണ്? പുല്ലിംഗമാണ് ഉപയോഗിച്ചത്. മക്തബുൽ മുദർരിസി. ഇവിടെ ആ മക്തബിന്റെ ബഹുവചനം വന്നപ്പോൾ എന്തായി? തിൽക്ക വന്നു. കാരണം എന്താ? ഇവിടെ മക്തബിന്റെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മക്കാതിബു. വതിൽക മക്കാതിബു തുല്ലാബി. തുല്ലാബ് താലിബിന്റെ ബഹുവചനം തുല്ലാബ്. അപ്പൊ ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ നിയമം അനുസരിച്ചാണ് ഇലാഫത്ത് ചെയ്യണമെന്ന് ഞാൻ വായിച്ചത്. ഇലാഫത്ത് ചെയ്ത് വായിക്കണമെന്ന് ഞാൻ തീരുമാനത്തിലെത്തിയത്. നെറ്റ്വർക്ക് സ്ലോ ആയപ്പോഴത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ. വതിൽക മക്കാത്തിബു തുല്ലാബി വ കറാസിയുഹും, അത് സ്റ്റുഡൻസിൻ്റെ ടേബിളുകളാണ്, മേശകൾ ആണ്. അപ്പോൾ മേശകൾ എന്ന ബഹുവചനമായതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കുല്ലു ജംഇൻ മുഅന്നസുൻ എന്ന അടിസ്ഥാനത്തിൽ തിൽക്ക എന്നുപയോഗിച്ചു. തിൽക്ക മക്കാത്തിബു തുല്ലാബി വ കറാസിയുഹും, അത് സ്റ്റുഡൻസിൻ്റെ മേശകളും, കറാസിയുഹും കുർസിയിലെ ബഹുവചനമാണ് കറാസി, കസേരകളും ആണ്. മക്തബുൽ മുദർരിസി കബീറുൻ വ മക്കാത്തിബു തുല്ലാബി സഗീറത്തുൻ. ഇത് നല്ലൊരു പാഠമാണ് കേട്ടോ. കാരണം നമുക്ക് കൃത്യമായി ലാംഗ്വേജ് പഠിപ്പിച്ചു തരുന്ന യൂസേജാണ് ഇതിലുള്ളത്. തിൽക മക്കാത്തിബു തുല്ലാബി വ കറാസിയുഹും. അത് കഴിഞ്ഞിട്ട് മക്തബുൽ മുദർരിസി കബീറുൻ. ഇപ്പൊ മക്തബുൽ മുദർരിസി കബീറുൻ എന്ന് പറഞ്ഞപ്പോൾ മക്തബ് ഏകവചനമാണ്, പുല്ലിംഗമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് കബീറുൻ എന്ന് പറഞ്ഞു. അപ്പൊ മക്കാത്തിബ് തുല്ലാബി എന്ന് പറഞ്ഞപ്പോൾ മക്കാത്തിബ് ബഹുവചനമാണ്, അതുകൊണ്ട് അതെന്താണ്, സ്ത്രീലിംഗമാണ്. അതിനാൽ അതിനെന്ത് പറഞ്ഞു, സഗീറത്തുൻ എന്ന് പറഞ്ഞു. തുൻ ഉപയോഗിച്ചു, സ്ത്രീലിംഗം ഉപയോഗിച്ചു. അപ്പോൾ അധ്യാപകന്റെ മേശ വലുതാണ്. മക്കാത്തിബു തുല്ലാബി സഗീറത്തുൻ, സ്റ്റുഡൻസ് ടേബിൾസ് ആർ സ്മോൾ. സ്റ്റുഡൻസിന്റെ മേശകൾ ചെറുതാണ്. ഫീ ഫസ്ലിന അശ്റത്തു തുല്ലാബിൻ. വീണ്ടും അതത് മാജൂദ് വന്നു, എണ്ണവും എണ്ണപ്പെടുന്നതും. ഫീ ഫസ്ലിന ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്, അശ്റത്തു തുല്ലാബിൻ 10 സ്റ്റുഡൻസ്. അപ്പൊ എന്തായി, 10 വരെ ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ എണ്ണപ്പെടുന്നത് പുല്ലിംഗമാണെങ്കിൽ എണ്ണം താ ഉള്ളത് ഉപയോഗിക്കണം. ഫീ ഫസ്ലിന അശ്റത്തു തുല്ലാബിൻ. വഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. വഹും അവർ, മിൻ ബിലാദിൻ നാടുകളിലുള്ളതാണ്. ബിലാദ് ബലദിന്റെ ബഹുവചനം ബിലാദ്, നാടുകളിൽ നിന്നുള്ളവരാണ്. വഹും മിൻ ബിലാദിൻ. ബിലാദിന്റെ വിശേഷണമാണ് മുഖ്തലിഫത്തിൻ. അതെങ്ങനെ വിശേഷണമാണെന്ന് മനസ്സിലായി? നേരത്തെ പറഞ്ഞില്ലേ, ബിലാദ് മുഖ്തലിഫത്തിൻ. ബിലാദ് ബഹുവചനമാണ്, ബഹുവചനമായതുകൊണ്ട് അത് പുല്ലിംഗമായിട്ട് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ അതിന്റെ അടയാളങ്ങൾ തുല്യമാണ്. അല്ലില്ല, അതിന് ഒന്നാമത്തേന് അല്ലില്ല, രണ്ടാമത്തേന് അല്ലില്ല. ഇത് മാത്രമേ നമുക്ക് പ്രകടമായി കാണാൻ പറ്റൂ. അപ്പൊ അത് അതേപോലെ തന്നെ വായിക്കണം. വഹും മിൻ ബിലാദിൻ. ബിലാദിൻ കസർ, 2 ദിവസമുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അത് തൻവീൻ സ്വീകരിക്കാത്ത പദമല്ല, തൻവീൻ സ്വീകരിക്കുന്ന പദമാണ്. പിന്നെ തൻവീൻ പോകണമെങ്കിൽ ഒന്നുകിൽ ഇളാഫത്ത് ചെയ്യണം, അല്ലെങ്കിൽ അൽ വരണം. അതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തൻവീൻ പോകുള്ളൂ.
അപ്പൊ ഇവിടെ തൻവീനുണ്ട്, അതുകൊണ്ട് അതിന്റെ വിശേഷണത്തെയും തൻവീനോട് കൂടി തന്നെ പറഞ്ഞു. വഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. പിന്നെ ബിലാദ് എന്നുള്ളത് പുല്ലിംഗ അല്ല, ബിലാദ് എന്നുള്ളത് ബഹുവചനമായതുകൊണ്ട് അതിന്റെ വിശേഷണമായ മുഖ്തലിഫത്തിൻ സ്ത്രീലിംഗമായി. കുല്ലു ജംഇൻ മുഅന്നസ് എന്ന നിയമത്തിലാണ്. ഹാദാ മുഹമ്മദുൻ, ഹാദാ മുഹമ്മദുൻ, ഇത് മുഹമ്മദാണ്. വഹുവ മിനൽ യാബാനി, വഹുവ അവൻ, മിനൽ യാബാനി ജപ്പാനിൽ നിന്നുള്ളയാളാണ് കേട്ടോ. അപ്പൊ മിനൽ യാബാനി എന്ന് പറയുമ്പോ നമ്മൾ അതിന് ജപ്പാൻകാരനാണ് എന്ന് പരീക്ഷയ്ക്ക് എഴുതിയാൽ ശരിയാവില്ല. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വഹുവ മിനൽ യാബാനി, അവൻ ജപ്പാനിൽ നിന്നുള്ളയാളാണ് എന്ന് തന്നെ എഴുതണം. ഇവിടെ ട്രാൻസ്ലേഷൻ സ്കില്ലല്ല അളക്കുന്നത്, ഇവിടെ അളക്കുന്നത് ലാംഗ്വേജ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നാണ്. വഹാദ ഖാലിദുൻ വഹുവ മിനസ്സീനി, വഹാദ ഖാലിദുൻ, ഇത് ഖാലിദാണ്. വഹുവ മിനസ്സീനി, അവൻ ചൈനയിൽ നിന്നുള്ളയാളാണ്. ഹി ഈസ് ഫ്രം ചൈന. വഹാദ അഹ്മദു, ഇത് അഹ്മദാണ്. വഹുവ മിനൽ ഹിന്ദി, മിനൽ ഹിന്ദി, അവൻ ഹിന്ദിൽ നിന്നുള്ളയാളാണ്, ഇന്ത്യയിൽ നിന്നുള്ളയാളാണ്. വഹാദ ഇബ്രാഹിമു വഹുവ മിൻ ഖാന, അതാ ഇബ്രാഹിം, ഇത് ഇബ്രാഹിമാണ്. വഹുവ മിൻ ഖാന, ഖാനയിൽ നിന്നുള്ള ആളാണ്. അതാ ഇബ്രാഹിമു കേട്ടോ. ഇബ്രാഹിം തൻവീൻ ഇല്ലാത്ത പദമാണ്, തൻവീൻ സ്വീകരിക്കാത്ത നാമമാണ്. വഹാദ അഹ്മദു, വഹാദ ഇസ്മായിലു, ഇത് ഇസ്മായിലാണ്. വഹുവ മിൻ നൈജീരിയ, അവൻ നൈജീരിയയിൽ നിന്നുള്ള ആളാണ്. വഹാദ ഇസ്മായിലു, ഇസ്മായിൽ എന്താണ്? തൻവീൻ സ്വീകരിക്കാത്ത നാമമാണ്. തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങളുടെ പട്ടിക ഖുറാനിലുള്ള അറബി നാമങ്ങളാണെങ്കിൽ പ്രവാചകന്മാരുടെ പേരുകളൊക്കെ നോക്കിയാൽ നമുക്ക് മിക്കവാറും പേരുകൾ ഹൂദ്, സാലിഹ്, നൂഹ് ഇതൊക്കെ തൻവീൻ സ്വീകരിക്കുന്നതാണ്. മുഹമ്മദ്, മറ്റ് പേരുകൾ ഉൻസിലയില ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസിലയില ഇബ്രാഹീമ ഇല ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസ വ ഈസ വന്നബീന. അപ്പൊ ആദ്യം പറഞ്ഞ 4 പേരുകളും എന്താണ്? തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങളാണ്. അങ്ങനെ കൂട്ടായി തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ വായിച്ചു പഠിക്കുക. വഹാദ ഇസ്മായിലു, ഇത് ഇസ്മായിലാണ്. വഹുവ മിൻ നൈജീരിയ, അദ്ദേഹം, അവൻ നൈജീരിയയിൽ നിന്നുള്ളയാളാണ്. വഹാദ യൂസുഫു, ഹാദ യൂസുഫു, യൂസുഫുൻ എന്ന് പറയില്ല, യൂസുഫ് തൻവീൻ സ്വീകരിക്കാത്ത നാമമാണ്. വഹുവ മിൻ ഇംഗൽത്തറ, ഹീസ് ഫ്രം ഇംഗ്ലണ്ട്, അവൻ ഇംഗ്ലണ്ടിൽ നിന്നുള്ളയാളാണ്. വഹാദ ബർയമു, ഹദ ബൈറമു, ഹദ ബൈറമു, ബൈറം, ഇത് ബൈറമാണ്. വഹുവ മിൻ തുർക്കിയ, അവൻ തുർക്കിയിൽ നിന്നുള്ളയാളാണ്. വഹാദ അമ്മാറു, ഇത് അമ്മാറാണ്. വഹുവ മിൻ മാലേഷ്യ, 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 മലേഷ്യയിൽ നിന്നുള്ളയാളാണ്. വഹാദ അലിയുൻ, ഇത് അലിയാണ്. വഹുവ മിൻ അമേരിക്ക, അവൻ അമേരിക്കയിൽ നിന്നുള്ളയാളാണ്. വഹാദ അബൂബക്കറിൻ, അബൂബക്കറിൻ കേട്ടോ. അബൂബക്കറിന് എന്താണ്? ബക്കറിന് കസ്റാണ്. കാരണം എന്താണ്? അബുവിനെ ബക്കറിലേക്ക് ഇലാഫത്ത് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതേപോലെ അബൂ ത്വാലിബ്, അബു വരുന്ന വാക്കുകളെല്ലാം രണ്ടാമത്തേന് കസ്റായിരിക്കും വരേണ്ടത്. അബൂ ത്വാലിബിൻ, അബൂബക്കറിൻ ഇങ്ങനെയാണ് വരുന്നത്. വഹാദ അബൂബക്കറിൻ, ഇത് അബൂബക്കറാണ്. വഹുവ മിൻ യൂഗോസ്ലേഫിയ, 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 സ്ലേഫിയ. അറബി പറഞ്ഞ് ഇംഗ്ലീഷിന്റെ ഉച്ചാരണം കിട്ടാതായി. യൂഗോസ്ലേവിയയിൽ നിന്നുള്ള ആളാണ് അവൻ. ഏത്? യൂനാൻ. യൂനാൻ എന്താണ്? ഗ്രീസ്. യൂനാൻ എന്ന് പറഞ്ഞാൽ ഗ്രീസ്.
വഹുമിനൽ യൂനാൻ എന്നാണെങ്കിൽ അത് ഗ്രീസാണ് കേട്ടാ. പഴയ ബുക്കിൽ യൂനാൻ എന്നാണുള്ളത്, ഇവിടെ യൂഗോസ്ലേഫിയ എന്നാണുള്ളത്. വഹാദ അബൂബക്കറിൻ വഹുവമിൻ യൂഗോസ്ലേഫിയ. ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. വീണ്ടും ശ്രദ്ധിക്കുക, വഹും അവർ, ഇവരെല്ലാം എന്താണ്? പുരുഷന്മാരാണല്ലോ, അതുകൊണ്ട് അവരെ കുറിച്ച് ഹും എന്ന് പറഞ്ഞു. മിൻ ബിലാദിൻ നാടുകളിൽ നിന്നുള്ളവരാണ്. മുഖ്തലിഫത്തിൻ നേരത്തെ പറഞ്ഞു, ബിലാദിൻ മുഖ്തലിഫത്തിൻ. ബിലാദ് പുല്ലിംഗ ബഹുവചനമാണ്, പക്ഷേ അതിനെന്ത് ചെയ്യുന്നു? അതിന്റെ വിശേഷണം വരുമ്പോൾ കുല്ലു ജംഇൻ മുഅന്നസിൻ നിയമമാണ് എടുക്കുന്നത്, അതുകൊണ്ട് മുഖ്തലിഫത്തിൻ എന്ന് പറഞ്ഞു. വല്ലുഗാത്തു ഹും മുഖ്തലിഫത്തുൻ. ലുഗാത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ലുഗത്തുൻ നമുക്കറിയാം, ലുഗത്തുൻ ഭാഷ, അത് തുന്നിൽ അവസാനിക്കുന്നതാണ്. അതിന്റെ ബഹുവചനമാണ് ആത്തുൻ, ലുഗാത്ത്. ലുഗത്തുൻ ലാംഗ്വേജ്. അപ്പൊ ഹാ തായിൽ അവസാനിക്കുന്നതാണെങ്കിൽ, സ്ത്രീലിംഗത്തിന്റെ തായിൽ അവസാനിക്കുന്നതാണെങ്കിൽ അലിഫും തായും കൊടുത്താൽ എന്താവും? അത് പ്ലൂറലാവും. ഇപ്പൊ ലുഗാത്തുഹും അവരുടെ ലാംഗ്വേജസ്, അവരുടെ ഭാഷകൾ, മുഖ്തലിഫത്തുൻ വ്യത്യസ്തമാണ്. മുഖ്തലിഫത്തുൻ വ്യത്യസ്തം. അപ്പൊ ഇവിടെ മുഖ്തലിഫത്തുൻ എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിക്കാൻ കാരണം എന്താണ്? ലുഗാത്ത് എന്നത് സ്ത്രീലിംഗ പദമായതുകൊണ്ട്. പിന്നെ സ്ത്രീലിംഗ ബഹുവചനത്തിന് പകരം വിശേഷണമായിട്ട് സ്ത്രീലിംഗ ഏകവചനം മതി. അതിന് കാരണമാണ് ഇവിടെ ലുഗാത്തുഹും മുഖ്തലിഫത്തുൻ അൽവാനുഹും മുഖ്തലിഫത്തുൻ. അൽവാൻ എന്നത് ലൗനിന്റെ ബഹുവചനമാണ്. അപ്പൊ അവിടെ അൽവാൻ എന്താണ്? ജംഅ ആയതുകൊണ്ട്, ബഹുവചനമായതുകൊണ്ട് എന്തായി? മുഖ്തലിഫത്തിന് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചു. അപ്പൊ അൽവാനുഹും അവരുടെ നിറങ്ങൾ. അൽവാൻ എന്താണ്? ലമ്മാണ്. അതിന്റെ വിശേഷണം എന്തായിരിക്കും? ലമ്മുള്ളതായിരിക്കും. മുഖ്തലിഫത്തുൻ. അപ്പൊ അൽവാനുൻ ഹും എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അത് ഇലാഫത്ത് ചെയ്തു, ഹുമ്മിലേക്ക് ഇലാഫത്ത് ചെയ്താൽ ഒരു ലമ്മേ ഉപയോഗിക്കുള്ളൂ, ഒരു അടയാളം ഉപയോഗിക്കുള്ളൂ. അപ്പൊ അൽവാനുഹും എന്ന് പറഞ്ഞു. ഇനി മുഖ്തലിഫത്തുൻ എന്നിടത്ത് തുൻ എന്തുകൊണ്ട് ഉപയോഗിച്ചു? ഇതിനെ വേറെ ഒന്നിലേക്കും ഇലാഫത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവിടെ ലമ്മ തൻവീൻ ഉപയോഗിക്കാം. ലാക്കിൻ പക്ഷേ, കേട്ടോ, ലാക്കിൻ പക്ഷേ. ഹിന്ദിയിൽ ലേക്കിൻ എന്ന് ഉപയോഗിക്കും. ലേക്കിൻ, ഈ ലേക്കിൻ എന്നതും അറബിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അറബിയിൽ കുവൈറ്റികളുടെ ലോക്കൽ ഭാഷയിൽ ലേക്കിൻ എന്ന് പറയുന്നുണ്ട്. കുവൈറ്റിയിലെ പ്രാദേശിക ഭാഷയിൽ ലഹ്ജ എന്ന് പറയും. കൊളോക്കൽ ലാംഗ്വേജിൽ ലേക്കിൻ എന്ന് പറയും. ലേക്കിനാണ് ഉറുദുവിലൂടെ ഹിന്ദിയിലേക്ക് വന്ന ലേക്കിൻ. വലാക്കിൻ ദീനുഹും വാഹിദുൻ. പക്ഷേ അവരുടെ ദീൻ, അവരുടെ ജീവിത വ്യവസ്ഥ വാഹിദുൻ ഒന്നാണ്. അപ്പോ ദീനുഹും, അപ്പൊ ദീനിന് ലമ്മായത് കൊണ്ടാണ് വാഹിദുൻ ലമ്മായത്. പക്ഷേ ദീനിനെ ഹുമ്മിലേക്ക് ഇലാഫത്ത് ചെയ്തത് കൊണ്ട് ഒരു ലമ്മേ കാണുള്ളൂ. ഇവിടെ ഇലാഫത്ത് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ വിശേഷണം രണ്ട് ലമ്മും കാണും. വാഹിദുൻ. വറബ്ബുഹും വാഹിദുൻ. അവരുടെ രക്ഷിതാവും എന്താണ്? ഒരാളാണ്. വനബിയ്യുഹും വാഹിദുൻ. അവരുടെ അന്ത്യപ്രവാചകനും ഒരാളാണ്. നബി എന്ന് പറഞ്ഞാൽ നബി മാത്രമേ ഉള്ളൂ. ഇവിടെ ഉദ്ദേശം അന്ത്യപ്രവാചകനാണ് എന്നതാണ്. വഖിബിലത്തുഹും വാഹിദത്തുൻ. അപ്പൊ അതെല്ലാം എന്തായി? പുല്ലിംഗമാണ് ഉപയോഗിച്ചത്. ദീനുഹും വാഹിദുൻ, റബ്ബുഹും വാഹിദുൻ, നബിയുഹും വാഹിദുൻ, അവിടെ എല്ലാം പുല്ലിംഗമാണ്. ഖിബിലത്തുഹും, ഖിബിലത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്തായി? അവർ സ്ത്രീലിംഗമായി. അപ്പൊ അതിനെ കുറിച്ച് എന്ത് പറയുന്നു? വാഹിദത്തുൻ. ഹും മുസ്ലിമൂൻ, അവരെല്ലാം ഒബീഡിയൻസ് ആണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ്, അനുസരണശീലമുള്ളവരാണ്. ഹും മുസ്ലിമൂൻ, ഇവിടെ അർത്ഥം മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന അർത്ഥത്തിലാണ്. ഹും മുസ്ലിമൂൻ, അവരെല്ലാവരും മുസ്ലിങ്ങളാണ്. വൽ മുസ്ലിമൂന ഇഖ്വത്തുൻ. വൽ മുസ്ലിമൂന ഇഖ്വത്തുൻ, മുസ്ലിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. ഹാദാ മുദർരിസുന, ഇത് ഞങ്ങളുടെ അധ്യാപകനാണ്. ഇസ്മുഹു ഷേഖ് ബിലാൽ, അദ്ദേഹത്തിന്റെ പേര് ഷേഖ് ബിലാൽ എന്നാണ്. വഹുവ മിൻ സൂരിയ, അദ്ദേഹം സിറിയയിൽ നിന്നുള്ളയാളാണ്.
വഹുവ റജുലുൻ സാലിഹുൻ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. നമ്മളെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പരിഭാഷപ്പെടുത്തിയാൽ വഹുവ റജുലുൻ സാലിഹുൻ, അദ്ദേഹം സച്ചരിതനായ ഒരു പുരുഷനാണ്. നഹ്നു നുഹിബ്ബുഹു കസീറൻ, ഞങ്ങൾ അദ്ദേഹത്തെ ധാരാളമായി ഇഷ്ടപ്പെടുന്നു. അപ്പൊ കസീറൻ ധാരാളമായി, അവിടെ എന്തുകൊണ്ടാണ് ഫതഹ് വന്നത്, ഫതഹ് തൻവീൻ വന്നത്? അവിടെ ആ അവസ്ഥ പറയുകയാണ്. ഏത് രീതിയിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്? ധാരാളമായി ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഇതാണ് പാസേജ്. ഈ പാസേജ് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം കണ്ടെത്തണം. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിലെ ഉത്തരം എഴുതാൻ പറയാം. കാരണം നമുക്കൊരു കഥ, ഒരു സ്റ്റോറി ഇല്ല. ആ സ്റ്റോറി ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്റ്റോറിയിൽ നിന്നും അനോട്ടേഷനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ചില സംഗതികൾ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് ചോദ്യം ഉണ്ടാക്കാൻ പറ്റില്ല അറബിയിൽ. അപ്പം അതുകൊണ്ട് ഇതേപോലെ ഒരു പാരഗ്രാഫ് തന്നിരിക്കുമ്പോൾ ആ പാരഗ്രാഫിൽ നിന്നും ചോദ്യം, ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി എഴുതേണ്ടി വരും. ഐന ഹാദിഹിൽ മദ്രസത്തു, അതാണ് ഒന്നാമത്തെ ചോദ്യം. എന്ത് പറയും? ഐന ഹാദിഹിൽ മദ്രസത്തു എന്ന് ചോദിച്ചാൽ അതിനെന്ത് ചെയ്യണം? ഹാദിഹിൽ മദ്രസത്തു എന്ന് ഉത്തരം പറഞ്ഞു തുടങ്ങണം. ഹാദിഹിൽ മദ്രസത്തു, ഈ സ്കൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കരീബത്തു മിനൽ മസ്ജിദ്. പിന്നീട് ഹിയ വേണ്ട കേട്ടോ. കരീബത്തു മിനൽ മസ്ജിദ്, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, മുഗ്ലഖത്തുൻ അബ്വാബുഹ അൽ ആൻ അം മഫ്തൂഹത്തുൻ. അപ്പൊ മുഗ്ലഖത്തുൻ അടയ്ക്കപ്പെട്ടതാണ്, മുഗ്ലഖുൻ അടയ്ക്കപ്പെട്ടത് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇവിടെ അബ്വാബ് എന്നത് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗമതമായിട്ട് പരിഗണിച്ചാണ് എന്ത് ചെയ്യുന്നത്? മുഗ്ലഖത്തുൻ എന്ന വാക്ക് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ മഫ്തൂഹത്തുൻ എന്ന വാക്കും ഉപയോഗിച്ചത്. അപ്പൊ മുഗ്ലഖത്തുൻ അബ്വാബുഹ അൽ ആൻ, أبوابها الآن أم مفتوحة? Is its gates are closed or opened now? മുഗ്ലഖത്തുൻ ക്ലോസ്ഡ് ആണോ? അബ്വാബുഹ അതിൻ്റെ വാതായനങ്ങൾ. അപ്പൊ അബ്വാബ് സ്ത്രീലിംഗമായതുകൊണ്ട് മുഗ്ലഖത്തുൻ എന്ന് ഉപയോഗിച്ചു. അൽ ആൻ അം മഫ്തൂഹത്തുൻ, അതേപോലെ മഫ്തൂഹത്തുൻ ഉപയോഗിച്ചു. റഖം 5. നമ്പർ 5, കം താലിബൻ ഫി ഹാദിൽ ഫസൽ. നോക്കുക, കം വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഏകവചനമായിരിക്കണം, അല്ലില്ലാത്തതായിരിക്കണം, അവസാനം തൻവീൻ വരണം, ഫതഹ് തൻവീൻ വരണം. കം താലിബൻ ഫി ഹാദിൽ ഫസലി, ഈ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അപ്പൊ എന്ത് ചെയ്യണം? ഫി ഹാദൽ ഫസലി എന്ന് പറയണം. ഫി ഹാദൽ ഫസലി എന്ന് തുടക്കത്തിൽ പറയണം. ഫി ഹാദൽ ഫസലി അശറത്തു തുല്ലാബിൻ. അപ്പൊ എന്ത് ചെയ്യണം? അശറത്തു എന്ന് നാം കൊടുത്തെഴുതണം, തുല്ലാബിൻ എന്ന് കസർ തൻവീൻ കൊടുത്തെഴുതണം. ഫി ഹാദൽ ഫസലി അശറത്തു തുല്ലാബിൻ. മിൻ ഐന അബൂബക്കറിൻ. മിൻ ഐന അബൂബക്കറിൻ. അബൂബക്കർ എവിടെ നിന്നുള്ള ആളാണ്? എവിടെയാണ്? പാരഗ്രാഫിന്റെ അവസാനം വഹാദ അബൂബക്കറിൻ വഹുവ മിൻ യൂഗോസ്ലാവിയ. അപ്പൊ നമ്മൾ ഉത്തരത്തിൽ എന്തെഴുതും? ചോദ്യം എന്താണ്? ചോദ്യത്തിനനുസരിച്ച് ഉത്തരം തയ്യാറാക്കണം. മിൻ ഐന അബൂബക്കറിൻ എന്നാണ്. അപ്പോ അബൂബക്കറിൻ മിൻ യൂഗോസ്ലാവിയ എന്നാണ് ഉത്തരം. അബൂബക്കറിൻ മിൻ യൂഗോസ്ലാവിയ. അപ്പോൾ ഒരു കളർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസർ ഒരു കളറിൽ അടയാളപ്പെടുത്താം. മിൻ ഐന യൂസുഫ്. യൂസുഫ് എവിടെ നിന്നാണ്? മുകളിൽ നിന്ന് താഴെ നിന്ന്, ആ പാരഗ്രാഫിൽ താഴെ നിന്ന് മൂന്നാമത്തെ വരി. ഹാദാ യൂസുഫ് വഹുവ മിൻ ഇംഗൽത്തറ. മിൻ ഐന യൂസുഫ് എന്നാണ്.
യൂസുഫു മിൻ ഇംഗൽത്തറ. യൂസുഫ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആളാണ്. ക്വസ്റ്റ്യൻ നമ്പർ അല്ല, ഇവിടെ 1 കഴിഞ്ഞിട്ട് ഇപ്പുറത്തിന് 2 വായിച്ചില്ല കേട്ടോ. ഒന്നുകൂടെ നോക്കുക. ഐന ഹാദിഹിൽ മദ്രസത്തു കഴിഞ്ഞിട്ട് രണ്ടാമത്തത് ഇടത് സൈഡിലാണ്. കം ബാബൻ ലഹ എന്നാണ്. കം ബാബൻ ലഹ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ എന്ത് എഴുതണം? ലഹ സലാസത്തു അബുവാബിൻ. ഒന്നാമത്തെ പാരഗ്രാഫില് ഉണ്ട് അതിന്റെ ഉത്തരം. ഒന്നാമത്തെ പാരഗ്രാഫിന്റെ ഏറ്റവും അവസാനം, ഒന്നാമത്തെ വരിയുടെ ഏറ്റവും അവസാനം ലഹ സലാസത്തു അബുവാബിൻ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും, അറബിയിൽ എഴുതുന്ന ഉത്തരങ്ങൾക്ക് പൂർണ്ണമായി സ്വരചിഹ്നങ്ങൾ നൽകുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ സ്വരചിഹ്നം ഇട്ടില്ലെങ്കിൽ നോക്കുന്നയാളുടെ മൂഡ് അനുസരിച്ചിരിക്കും. സ്വരചിഹ്നം ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ വെട്ടിക്കളയും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ അദദും മാജൂദും നിയമം പഠിക്കണം. നിയമം പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സലാസത്തു അബുവാബിൻ കസ്റായിട്ടാണ് വരേണ്ടത്. ലഹ സലാസത്തു അബുവാബിൻ. അടുത്ത ചോദ്യം 4. കം നാഫിദത്തൻ ഫി ഹാദൽ ഫസ്ലി. കം നാഫിദത്തൻ ഫി ഹാദൽ ഫസ്ലി. ഈ ക്ലാസ്സിൽ എത്ര വിൻഡോസ് ഉണ്ട്? അപ്പൊ എന്ത് എഴുതണം? ഫി ഹാദൽ ഫസ്ലി എന്ന് പറഞ്ഞു കൊടുക്കണം. ഇവിടെ പാരഗ്രാഫിൽ എങ്ങനെ വന്നാലും എന്ത് ചെയ്യണം? ഇവിടെ ഫീഹി നാഫിദത്താനി കബീറത്താനി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം കം നാഫിദത്തൻ ഫി ഹാദൽ ഫസ്ലി എന്നാണ്. ഈ ക്ലാസ്സിൽ എത്ര വിൻഡോസ് ഉണ്ട്? അപ്പൊ എന്ത് വരണം? ഫി ഹാദൽ ഫസ്ലി നാഫിദത്താനി. അത്രയും മതി. ഫി ഹാദൽ ഫസ്ലി നാഫിദത്താനി. ഈ ക്ലാസ്സിൽ 2 വിൻഡോസ് ഉണ്ട്. പിന്നെ കബീറത്താനി കൂടെ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത ചോദ്യം 6. അകുല്ലുഹും മിൻ ബലദിൻ വാഹിദിൻ. അകുല്ലുഹും മിൻ ബലദിൻ വാഹിദിൻ. എല്ലാവരും ഒരു നാട്ടിൽ നിന്നുള്ളവരാണോ? എഴുതണം. ലാ ലാ വഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. വാ വേണമെന്നില്ല. ലാ ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. അല്ല, അവർ വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളവരാണ്. അത മുഹമ്മദുൻ വഹു മിനൽ. അല്ല, ചോദ്യം മാറിപ്പോയി. ചോദ്യം 8. മിൻ ഐന അഹ്മദു. അഹ്മദ് എവിടെ നിന്നുള്ള ആളാണ്? അഹ്മദ് ഇത് പറഞ്ഞ സ്ഥലം പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫിന്റെ രണ്ടാമത്തെ വരി. മിൻ ഐന അഹ്മദു. അപ്പോ അഹ്മദു മിനൽ ഹിന്ദ്. അഹ്മദു മിനൽ ഹിന്ദ്. അഹ്മദ് ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. മിൻ ഐന മുഹമ്മദുൻ. മിൻ ഐന മുഹമ്മദുൻ. മുഹമ്മദ് എവിടെ നിന്നുള്ള ആളാണ്? മുഹമ്മദ് അതിന്റെ ആ സ്ഥലം എഴുതിയതിന് പാരഗ്രാഫിന്റെ ഒന്നാമത്തെ വരിയിൽ അവസാനം ഹാദാ മുഹമ്മദുൻ വഹുവ മിനൽ യാബാൻ. അപ്പൊ എന്ത് എഴുതണം? മുഹമ്മദുൻ മിനൽ യാബാൻ. മുഹമ്മദുൻ മിനൽ യാബാൻ എന്നാണ് അതിന്റെ ഉത്തരം. 11. മൻ മുദർരിസുഹും. മൻ മുദർരിസുഹും. ഇതിൻ്റെ ഇടയിൽ 9ാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ വായിച്ചെന്ന് എനിക്ക് തോന്നുന്നു. മിൻ ഐന യൂസുഫു. മിൻ ഐന യൂസുഫു. യൂസുഫ് എവിടെ നിന്നുള്ള ആളാണ്? യൂസുഫു മിൻ ഇംഗൽത്തറ. ഇതാണ് ഉത്തരം. അത് കഴിഞ്ഞിട്ട് 10 ഐന മുഹമ്മദ് കഴിഞ്ഞു. മൻ മുദർരിസുഹും 11. 11. മൻ മുദർരിസുഹും. ആരാണ് അവരുടെ അധ്യാപകൻ? هذا مدرسنا اسمه الشيخ بلال.
അപ്പോൾ എന്ത് എഴുതണം? മുദർരിസുഹും അശ്ശൈഖ് ബിലാൽ, അശ്ശൈഖ് ബിലാലുൻ, അശ്ശൈഖ് ബിലാലുൻ. ഇസ്നാശർ മിൻ ഐന ഹുവ, അവരുടെ അധ്യാപകൻ എവിടെ നിന്നുള്ള ആളാണ്? ഹുവ മിൻ സൂരിയ, ഹുവ മിൻ സൂരിയ. അടുത്തത് ലാ ഹാദിഹിൽ അലാമത്ത്, അലാമത്ത് സഹീഹ് അമാമൽ ജുമലി സഹീഹ വഹാദിഹിൽ അലാമത്ത്, അലാമത്ത് ഖത ഔ ഗലത്ത്, തെറ്റ് അല്ലെങ്കിൽ ഗലത്ത് എന്ന് പറയും, ഖത എന്ന് പറയും. അതിന് എക്സ് മാർക്ക് കൊടുക്കുക. അമാമൽ ജുമലില്ലത്തി ലൈസത്ത് സഹീഹത്തുൻ, ശരിയായതിൻ്റെ മേൽ ശരി അടയാളമിടുക, തെറ്റായതിൻ്റെ മേൽ തെറ്റ് അടയാളമിടുക. മദ്രസത്തി ഖരീബത്തുൻ മിനൽ മത്താർ, അപ്പൊ എന്താണ്? സഹീഹാണോ ഖത ആണോ? ഖത ഉൻ, തെറ്റാണ്. ഇസ്നൈൻ ലഹാ സലാസത്തു അബ്വാബിൻ സഹീഹുൻ. റഖം സലാസ അബ്വാബുഹ മുഗലഖത്തുൻ അൽ ആൻ, ല ഖത, തെറ്റാണ്. 4 മകാതിബ് തുല്ലാബി കബീറത്തുൻ, ഖത, തെറ്റാണ്. മക്തബുൽ മുദർരിസി കബീറുൻ, സഹീഹാണ്. സഹീഹ്. ഫീ ഫസ്ലിന അശ്റത്ത് തുല്ലാബിൻ, സഹീഹ്. അമ്മാറുൻ മിൻ യൂഗോസ്ലാവിയ, അമ്മാറുൻ മിൻ യൂഗോസ്ലാവിയ, യൂഗോസ്ലാവിയ എന്നുള്ള അല്ല, അമ്മാർ യൂഗോസ്ലാവിയക്കാരനല്ല, അമ്മാർ അബൂബക്കറാണ് യൂഗോസ്ലാവിയക്കാരൻ. അപ്പോൾ ഖത. 8 ബൈറം മിൻ തുർക്കിയ, ബൈറം, هذا بيرم من تركيا صحيح. رقم 10 لا رقم 9 يوسف من ماليزيا، يوسف من ماليزيا، لا خطأ. അമ്മാറാണ് മലേഷ്യക്കാരൻ. 10 മുദർരിസുന മിനൽ ഇറാഖ്, ഖത, തെറ്റ്. അടുത്ത റഖം 3 ഉദ്കുറുൽ ബിലാദൽ വാരിദത ഫിൽ ദർസി മിൻ ആസിയ വ ഇഫ്രീഖിയ വ ഉറുബ. അപ്പൊ ഈ ചോദ്യത്തിലൂടെ നേരത്തെ നമ്മൾ രാജ്യങ്ങളുടെ പേര് പഠിച്ചു. ഈ ചോദ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 വൻകരകളുടെ പേരും പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ആസിയ, ഏഷ്യ, ഇഫ്രീഖിയ, ആഫ്രിക്ക, ഉറുബ, യൂറോപ്പ്. ഉറുബ, യൂറോപ്പ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? അൽ ബിലാദുല്ലതി ഫി ആസിയ, ഏഷ്യയിലുള്ള നാടുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതണം. അൽ ബിലാദുല്ലതി ഫി ഇഫ്രീഖിയ, ആഫ്രിക്കയിൽ നിന്നുള്ള നാടുകൾ ഏതാണെന്ന് ഇവിടെ എഴുതണം. അൽ ബിലാദുല്ലതി ഫി ഉറുബ, യൂറോപ്പിലുള്ള നാടുകൾ ഏതൊക്കെയാണെന്ന് എഴുതണം. യാബാൻ വന്നിട്ടുണ്ട്, പക്ഷേ യാബാൻ എൻ്റെ ഇതിലില്ല. യാബാൻ എന്നാണ്, ജപ്പാൻ എന്നാണ് കേട്ടോ. ജപ്പാൻ ഏത് സെന്റൻസ് ആണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഏത് സെന്റൻസ് ആണെന്ന് എനിക്കറിയില്ല. ഏതായാലും യാബാൻ എന്ന് പഴയ പുസ്തകത്തിലുണ്ടെങ്കിൽ അത് ജപ്പാൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. അപ്പം ഇത് ഏത് കോണ്ടിനെന്റിലുള്ളതാണ്, ഏത് വൻകരയിലുള്ളതാണ് എന്ന് എന്ത് ചെയ്യണം? അവിടെ എടുത്തെഴുതണം. അൽ കലിമാത്തുൽ ജദീദ, ന്യൂ വേർഡ്സ്. അപ്പം ഇതിൽ കുറച്ച് വാക്കുണ്ട് കേട്ടോ. അതിൽ ഒന്ന് ആസിയ, ആഫ്രിക്കിയ, ഉറുബ, നമ്മൾ വൻകരകളുടെ പേര് മനസ്സിലാക്കി. അതേപോലെ അൽ ബിലാദുല്ലതി ഫി ആസിയ, അല്ലത്തി എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂ ഓർ വിച്ച്. അൽ ബിലാദുല്ലതി ഫി ആസിയ, ഏഷ്യയിൽ ഉള്ള നാടുകൾ, രാജ്യങ്ങൾ. അൽ ബിലാദുല്ലതി ഫി ഇഫ്രീഖിയ, ആഫ്രിക്കൻ അല്ല, ഇപ്പൊ ആഫ്രിക്കയിലുള്ള ബിലാദ്, നാടുകൾ. അല്ലതി ഫി ആഫ്രിക്ക, ആഫ്രിക്കയിലുള്ള.
അൽ ബിലാദുല്ലത്തി ഫി ഉറുബ, ഉറുബ എന്ന് പറഞ്ഞാൽ യൂറോപ്പ്. ന്യൂ വേർഡ്സ്. അൽ മക്തബു നമ്മൾ പഠിച്ചാണ്, മക്തബ് ഡെസ്ക്, അതിൻ്റെ ബഹുജനം മക്കാതിബു, ഒരു തമ്മേ ഉള്ളൂ. അതേപോലെ ലൗനുൻ, ലൗനുൻ ജംഅഹു അൽവാനുൻ, ലൗനുൻ കളർ, അൽവാനുൻ കളറുകൾ. പിന്നെ കുർസിയ് ബഹുവചനം കറാസിയു. അൽ ഖിബിലത്തു നമുക്കറിയാം ഖിബില. ദാലിക എന്നത് ദാക്കയ്ക്ക് പകരം ഉപയോഗിച്ച വാക്കാണ്. ഇത്രയാണ് പുതിയ വാക്കുകൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ കൃത്യസമയത്താണ് അവസാനിച്ചിരിക്കുന്നത്. 22, 23 ക്ലാസ് കഴിയുമ്പോൾ പിന്നെ പരീക്ഷയാണ്. തുടക്കത്തിൽ കേൾക്കാത്തവർക്ക് വേണ്ടിയുള്ള ഒരു അറിയിപ്പാണ്. തുടക്കത്തിൽ നമ്മൾ പരീക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ പുസ്തകം പല പ്രാവശ്യം വായിച്ച് അതിലുള്ള സംഗതി നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യണം. ബൈഹാർട്ട് ആക്കേണ്ട ഒന്നുമില്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ അതുമായിട്ട് യൂസ് ടു ആയി വരണം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ കിട്ടിക്കോളും. എനി ഡൗട്ട് ഓർ ക്വസ്റ്റ്യൻ, കമൻസ്? നെറ്റ് ക്ലാരിറ്റിയെ കുറിച്ച് ഇപ്പോൾ എനിക്ക് ബോധ്യമായി, നിങ്ങളാരും പറയണ്ട. കാരണം നെറ്റ് ക്ലിയർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അത് കണക്ഷൻ, ഇപ്പോഴും ആ നെറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ കണക്ഷൻ വിട്ട് കിടങ്ങി. ഓക്കെ, വേറെ ചോദ്യങ്ങളൊന്നുമില്ല. എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അറബി ഭാഷ അനായാസേന കൈകാര്യം ചെയ്യാനും അറബ് നാടുകളിൽ പോയി അത് സംസാരിക്കാനും അത് ഉപജീവനത്തിൻ്റെ ഭാഷയായി സ്വീകരിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലുമേറെ ഉപരിയായി മലക്കളൊന്ന് അറബിയിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ, അറബിയിൽ മലക്കൾ അറബി ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പ്രത്യേക ഭാഷയൊന്നും പഠിക്കണ്ട. പക്ഷെ എങ്കിൽ പോലും നമുക്ക് എന്താണ്, കോൺഫിഡൻസോട് കൂടി അവിടെ പോവാം. എനിക്ക് ഡൗട്ടൊന്നും ഉണ്ടാവില്ല. മൻ റബ്ബുക്ക ഉമ്മ ദീനുക്ക ഉമ്മ നബിയുക്ക മൻ നബിയുക്ക എന്നൊക്കെ ചോദിക്കുമ്പോൾ പടപട അറബിയിൽ ഉത്തരം പറഞ്ഞു കൊടുക്കണം. മലക്കൾ തന്നെ എന്തേ ആശ്ചര്യപ്പെട്ടു. ഉടനെ തന്നെ സ്വർഗത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടുകയും സ്വർഗത്തിന്റെ പരിമളം നമുക്ക് ആസ്വദിക്കുകയും ചെയ്യും. അതേപോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആശയവിനിമയം നടത്താൻ ഭാഷയുടെ പ്രശ്നമൊന്നും തടസ്സമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ നമുക്കെന്താവും, അനായാസേന ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അറബി ഭാഷയിൽ തന്നെ എന്ത് ചെയ്യാം, സംസാരിക്കാം. ഒരു ചോദ്യം വന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ചോദ്യം റിപ്പീറ്റ് ചെയ്യണം. ചോദ്യം വന്നിരിക്കുന്നത് പ്ലീസ് റിപ്പീറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. പ്ലീസ് റിപ്പീറ്റിന് ശേഷം വന്നിരിക്കുന്ന ആ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. അറബി ഭാഷ അനായാസേന കൈകാര്യം ചെയ്യാനും അതിലുമേറെ ഉപരി ഖുർആൻ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ചൈതന്യം മനസ്സിലാക്കാനും അങ്ങനെ മനസ്സിലാക്കി ഖുർആന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അതിൻ്റെ സാഹിതീയ ഭംഗി ആസ്വദിക്കാനും. അങ്ങനെ ഉണ്ടല്ലോ, പദ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ആ പദ്യത്തിൻ്റെ പ്രാസവും താളവും അനുസരിച്ച് അതിൻ്റെ ഭാഷ, അതിൻ്റെ വശ്യത അതിൻ്റെ താളാത്മകത നമ്മെ എന്ത് ചെയ്യും, ഹഠാത് ആകർഷിക്കും. നമ്മൾ ഹൃദയാന്തരങ്ങളിലേക്ക് അതിങ്ങനെ സ്വാധീനം ചെലുത്തും. ആ രീതിയിൽ ഖുർആൻ സ്വാധീനം ചെലുത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
പേജ് 65-ന്റെ പേജ് 65-ല് യാ അഖി എന്ന് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പേജ് 65-ല് 56, 60, 65. നിങ്ങൾ അത് ഉദ്ദേശിക്കുന്നത് യാ അഖി എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യാ അഖി, മീനിങ് ഓഫ് യാ അഖി. ഓക്കെ, ആദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ബേഡ് മാറിപ്പോയി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മീനിങ് ഓഫ് യാ അഖി. യാ അഖി എന്ന് പറഞ്ഞാൽ ഓ മൈ ബ്രദർ, ഓ മൈ ബ്രദർ, സഹോദര, എൻ്റെ സഹോദര എന്നാണ്. യാ അഖി, എൻ്റെ സഹോദര. അപ്പൊ അഖുൻ എന്ന പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാമം. അഖുൻ, അഖുൻ സഹോദരൻ, അഖുൻ സഹോദരൻ. അഖി എൻ്റെ സഹോദരൻ. അത് 64-ാമത്തെ പേജിലുണ്ട്. അലക്ക അഖുൻ, നിനക്ക് സഹോദരനുണ്ടോ? 64-ാമത്തെ പേജിൽ 3-ാമത്തെ വരി. അലക്ക അലക്കി അഖുൻ, നിനക്ക് സഹോദരനുണ്ടോ? നഅം ലീ അഖുൻ, എനിക്ക് ഒരു സഹോദരനുണ്ട്. കബീറുൻ, വലിയ സഹോദരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മൂത്തവര് സഹോദരനുണ്ട്. വഹുവ താലിബുൻ ബിൽ ജാമിഅത്തി, അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. വമൻ ഹാദ തിഫ്ലു, വമൻ ഹാദ തിഫ്ലു അല്ലദീ മഅകി, നിന്നോടൊപ്പമുള്ള ഈ കുട്ടി ആരാണ്? ഹുവ ബിനു അഖി, ഹുവ ബിനു അഖി, അവൻ എൻ്റെ സഹോദരന്റെ മകനാണ്. ഇബ്നു അഖി. അപ്പൊ എന്താ ഈ അഖി എന്ന് പറഞ്ഞപ്പോ എൻ്റെ സഹോദരൻ. അപ്പോ യാ അഖി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദര. പക്ഷേ യാ അഖി 65-ാമത്തെ പേജിൽ 9-ാമത്തെ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. മാദാ ഇൻദക യാ അഖി, മാദാ ഇൻദക യാ അഖി, എൻ്റെ സഹോദര, എന്താണ് നിന്റെ അടുക്കൽ ഉള്ളത്? അത് സ്ത്രീലിംഗമാക്കി പറയാനാണ് ചോദ്യം. മാദാ ഇൻദകി യാ ഉഖ്തി എന്നായിരിക്കും അതിന്റെ ഉത്തരം. വേറെ സംശയങ്ങളൊന്നുമില്ല. പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബുദ്ധി വികസിപ്പിച്ചു തരികയും കൂടുതൽ നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാനും മനസ്സിൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള സംഗതികൾ പുറത്തേക്ക് കളയാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ ഏത് വിജ്ഞാനവും നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടണമെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലീൻ ആയിരിക്കണം. കാരണം ഞാനൊരു ഉദാഹരണം, ഇന്ന് രാവിലെ ഒരാൾ എന്നോടൊരു ഉദാഹരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ ഉദാഹരണം ഞാൻ പറയുകയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ നിന്ന് പഞ്ചസാര, ഗോതമ്പ് മാവ്, അതുപോലുള്ള ചില സംഗതികൾ നമുക്ക് വാങ്ങാനുണ്ട്. അത് കൊണ്ടുവരാനാണ് നമ്മൾ കിറ്റ് കൊണ്ടുപോകുന്നതെങ്കിൽ എന്ത് ചെയ്യും? കാരണം അത് നേരിട്ട് ഉപയോഗിക്കുന്നതാണ്, കഴുകാതെ ഉപയോഗിക്കുന്നതാണ്. ഗോതമ്പ് മാവ് നേരിട്ട് ഒരു കിറ്റിലിട്ടാണ് തരുന്നത്. അവർ വേറൊരു കിറ്റിൽ പൊതിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വളരെ ശുദ്ധമായ ക്ലീൻ ആയിട്ടുള്ള കിറ്റായിരിക്കും കൊണ്ടുപോകുന്നത്. ഗോതമ്പ് മാവും പഞ്ചസാരയും വാങ്ങുന്നതിന് വേണ്ടി. പഞ്ചസാര കഴുകിയിട്ട് ഉപയോഗിക്കില്ലല്ലോ, ഗോതമ്പ് മാവ് കഴുകിയിട്ട് ഉപയോഗിക്കില്ല. അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നും കെയർലെസ് ആയിട്ടുള്ള ഒരു കിറ്റ് ഉപയോഗിക്കാം എന്ന് വെക്കാം. അതും പറ്റില്ല, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് നേരിട്ട് സ്ഫുടമായ നല്ല സാധനം കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യും? നല്ല കിറ്റായിരിക്കും കൊണ്ടുപോകും. അതേസമയം ചാണകം നിറയ്ക്കാനാണ് പോകുന്നതെങ്കിലോ അതിന് ഏത് കിറ്റ് കൊണ്ടുപോയാലും മതി. അതേപോലെ നമ്മുടെ മനസ്സിലേക്ക് നല്ല കാര്യങ്ങൾ ആവാഹിച്ച് കയറിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യണം? ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം. ദൈനംദിനം നമ്മൾ ഖുർആൻ, എനിക്കറിയാം അണ്ടർസ്റ്റാൻഡ് ഖുർആനിലെ സ്റ്റുഡൻസ് ആണ് ഇതിൽ ബഹുഭൂരിപക്ഷവും ഉള്ളത്. അതല്ല വേറെ ആരെങ്കിലും ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കുകയും ചെയ്യും. അത് രണ്ട് കാരണത്താൽ
ഖുർആൻ മനസ്സിൽ കയറണമെങ്കിലും അറബി ഭാഷ മനസ്സിൽ കയറണമെങ്കിലും ഏതൊരു വിജ്ഞാനം മനസ്സിൽ കയറണമെങ്കിലും നമ്മുടെ മനസ്സ് ക്ലീൻ ആയിരിക്കണം. ഏത് വിജ്ഞാനവും സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ കണക്ക്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ അത് മനസ്സിലേക്ക് കയറണമെങ്കിൽ മനസ്സ് ക്ലീൻ ആയിരിക്കണം. എന്നാൽ പിന്നെ അറബിയും ഖുർആനും ഒക്കെ മനസ്സിലേക്ക് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സ് ക്ലീൻ ആയിരിക്കണം എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ക്ലീൻ ചെയ്ത് മനസ്സ് സ്ഫുടം ചെയ്താൽ നമ്മുടെ ബുദ്ധിയും അതേപോലെ ബുദ്ധി വികസിക്കുകയും ദീനിൽ അവന് അവഗാഹം നൽകി കൊടുക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു ആർക്കെങ്കിലും ഒരു നന്മ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവന് ദീനിൽ അവന് പാണ്ഡിത്യം നൽകുമെന്നാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ വിജ്ഞാനം കൊണ്ട് മനസ്സ് നിറയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ പ്രവാചകന്മാർക്ക് നുബുവത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ കിതാബ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ലഭിച്ചതാണ് ഹിക്മത്ത്. ഹിക്മത്ത് ലഭിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. ആർക്കെങ്കിലും ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ഒരു വലിയ സംഗതിയാണത് നൽകപ്പെട്ടത് എന്നാണ്. അങ്ങനെ ഹിക്മത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകത്വം നമുക്ക് കിട്ടില്ല, കിതാബ് നമുക്ക് കിട്ടില്ല. നമുക്ക് കിട്ടാവുന്ന എന്താണ്? ബാക്കിയുള്ളത് ഹിക്മത്താണ്. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ എങ്ങനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കണമെന്നും കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും കാര്യങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളണമെന്നും എങ്ങനെ പഠിക്കണമെന്നും ഒക്കെ നമുക്ക് ഉൾക്കാഴ്ചയും അവബോധവും കിട്ടുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോടൊപ്പം ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്മൂത്തായിട്ട് ക്ലാസ് നടന്നു എന്നതിലും നമുക്ക് അഭിമാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീഴ്ചകൾ പരിഹരിച്ച് തരുമാറാകട്ടെ. കാര്യങ്ങൾ എളുപ്പമാക്കി തരുമാറാകട്ടെ. പടർന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധിയിൽ നിന്നും നമ്മയും നാട്ടിനെയും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് നീ ഈ ലോകത്തും പരലോകത്തും നന്മ പ്രദാനം ചെയ്യണം തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. سبحان الله وبحمده سبحانك اللهم وبحمدك نشهد ان لا اله الا انت ونستغفرك ونتوب اليك. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله تعالى